പൈലറ്റ് ലൈസൻസ് കോഴ്സ്. ആധുനിക കാലത്ത് സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ വളരെയധികം ഉപയോഗിക്കുന്നവരാണ് നമ്മൾ. ഇക്കാലത്ത് സാങ്കേതികമായ ആവശ്യങ്ങൾക്കും വാണിജ്യപരമായ ആവശ്യങ്ങൾക്കും ഡ്രോണുകളുടെ ഉപയോഗം വളരെയധികം വ്യാപിച്ചിട്ടുണ്ട്. ഡ്രോണുകൾ അഥവാ ആളില്ലാ വിമാനങ്ങളുടെ ഉപയോഗം പുതിയ തലമുറയിൽ ഒരുപാട് തൊഴിലവസരങ്ങൾ ഒരുക്കുന്നു. എന്താണ് ഡ്രോൺ പൈലറ്റ് ലൈസൻസ് കോഴ്സ്? എവിടെയൊക്കെ ഈ കോഴ്സ് പഠിക്കാം എന്നതിനെക്കുറിച്ച് വിശദമായി അറിയാം. 21ാം നൂറ്റാണ്ടിൽ സാങ്കേതികവിദ്യ അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കുന്നു. സാങ്കേതികമായ ആവശ്യങ്ങൾക്കും വാണിജ്യപരമായ കാര്യങ്ങൾക്കും ഡ്രോണുകളുടെ ഉപയോഗം കൂടുതൽ പ്രചാരത്തിൽ ആയിട്ടുണ്ട്. സൈനിക ക്രമീകരണങ്ങളിലും ഡ്രോണുകൾ എന്നറിയപ്പെടുന്ന ആളില്ലാ വിമാനങ്ങളുടെ ഉപയോഗം വിശാലമായ അവസരങ്ങൾ ഒരുക്കുകയാണ്. ഡ്രോണുകളുടെ പ്രകടനം മെച്ചപ്പെടുന്നതിനനുസരിച്ച് എല്ലാ വിഭാഗങ്ങളിലും നിലവിലുള്ള വിതരണ ശൃംഖലകൾ ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഏത് ഭൂപ്രദേശമായാലും വെള്ളപ്പൊക്കമോ മറ്റു പ്രകൃതിക്ഷോഭങ്ങളോ കൊണ്ട് ഉണ്ടാകാവുന്ന യാത്രാ തടസ്സം പോലുള്ള സാഹചര്യങ്ങളിൽ പോലും വായുവിലൂടെയുള്ള ഡെലിവറി രീതികൾ പ്രവർത്തനങ്ങൾ തടസ്സമില്ലാതെ തുടരുവാൻ കഴിയുന്നു എന്നുള്ളത് ഡ്രോണുകളുടെ പ്രധാനപ്പെട്ട ഒരു മെച്ചമാണ്. റീചാർജ് ചെയ്യാവുന്ന ബാറ്ററി ഉപയോഗിച്ച് വിദൂര നിയന്ത്രണമുള്ള ഒരു ഫ്ലൈയിങ് മെഷീൻ എന്നാണ് ഡ്രോണിനെ കണക്കാക്കുന്നത്. രാജ്യത്തെ എല്ലാ മിനിസ്ട്രികളുടെയും അനുബന്ധ സ്ഥാപനങ്ങളിലും ഡ്രോണുകളുമായി ബന്ധപ്പെട്ട് ധാരാളം തൊഴിലവസരങ്ങൾ ഉണ്ടാകും. പ്രധാനമായും അഗ്രികൾച്ചർ, ഹെൽത്ത്, ആഭ്യന്തരം തുടങ്ങിയ മേഖലകളിൽ നേരിട്ടും പരോക്ഷമായും ധാരാളം തൊഴിൽ സാധ്യതകൾ വരുന്നു. അഗ്രികൾച്ചർ മേഖലകളിൽ ജലസേചനം നടത്തുവാനും കീടനാശിനി തളിക്കുവാനും അതുപോലെ തന്നെ പ്രതിരോധ പ്രവർത്തന മേഖലകളിൽ അതിർത്തി നിരീക്ഷണത്തിനും VVIP സുരക്ഷയ്ക്ക് വേണ്ടിയും ഡ്രോണിൻ്റെ സേവനം പ്രോത്സാഹിക്കപ്പെടുകയാണ്. ഡ്രോണുകളുടെ ഉപയോഗം വളരെ വേഗം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഡ്രോൺ പറത്തുന്ന വ്യക്തികൾ ഡ്രോൺ പൈലറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഒരു ഡ്രോൺ പൈലറ്റ് ആകണമെങ്കിൽ ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ DGCA അധികാരപ്പെടുത്തിയ പരിശീലന കേന്ദ്രത്തിൽ നിന്നും പരിശീലനം നേടിയിരിക്കണം. പൈലറ്റ് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ PIN, ആളില്ലാ എയർക്രാഫ്റ്റ് ഓപ്പറേഷൻ പെർമിറ്റ് UAOP എന്നിവയും ലഭിക്കണം. കൂടാതെ റിമോട്ട് പൈലറ്റ് ആയി രജിസ്റ്റർ ചെയ്യുകയും വേണം. അതുപോലെ പറക്കുന്നതിന് മുമ്പ് ഡ്രോണിനെയും രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. പേലോഡ് ഉൾപ്പെടെയുള്ള പരമാവധി ഭാരം അടിസ്ഥാനമാക്കി ഡ്രോണുകൾ പല വിഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട്. നാനോ, മൈക്രോ, സ്മോൾ, മീഡിയം, ലാർജ് എന്നിവയാണവ. ഡ്രോൺ പൈലറ്റ് ആകുവാനുള്ള യോഗ്യത. ഇന്ത്യയിൽ ഡ്രോൺ പൈലറ്റ് പരിശീലനത്തിന് DGCA അംഗീകൃത പരിശീലന സ്ഥാപനത്തിൽ നിന്നും ചേരേണ്ടതാണ്. പരിശീലനകാലം 5 മുതൽ 7 ദിവസം വരെയാണ്. കോഴ്സ് ഫീ 65,000 മുതൽ 1,00,000 രൂപ വരെയാണ്. എല്ലാ കിറ്റുകളും പരിശീലന സാമഗ്രികളും ഇതിൽ ഉൾപ്പെടുന്നു എന്നുള്ളത് ഈ ഒരു ട്രെയിനിങ്ങിൻ്റെ പ്രധാനപ്പെട്ട മേന്മയാണ്. ട്രെയിനികളുടെ വിദ്യാഭ്യാസ യോഗ്യത. സ്കൂൾ തലത്തിൽ സെക്കൻഡറി ലെവൽ കോഴ്സ് പാസ്സായിരിക്കണം. 18 വയസ്സ് പൂർത്തീകരിച്ചിരിക്കുകയും കൂടാതെ ഡ്രോൺ പരിശീലനവുമായി ബന്ധപ്പെട്ട ഗ്രൗണ്ട് പ്രാക്ടിക്കൽ പരിശീലനത്തിന് കഴിവുള്ളവരായിരിക്കുകയും വേണം. കോഴ്സുകൾ: മൈക്രോ കാറ്റഗറി മൾട്ടി റോട്ടർ പൈലറ്റ് കോഴ്സ്, സ്മോൾ കാറ്റഗറി മൾട്ടി റോട്ടർ പൈലറ്റ് കോഴ്സ്, മൈക്രോ കാറ്റഗറി ഫിക്സഡ് വിങ് പൈലറ്റ് കോഴ്സ്, ഡ്രോൺ പ്രവർത്തനങ്ങളും മാനേജ്മെൻറ്റും, മൾട്ടി റോട്ടർ ഡ്രോൺ എഞ്ചിനീയറിംഗ് കോഴ്സ്. 2020 ജൂലൈയിൽ ബോംബെ ഫ്ലൈയിങ് ക്ലബ് ഇന്ത്യയിലെ ആദ്യത്തെ DGCA അംഗീകൃത ഡ്രോൺ പരിശീലന സ്ഥാപനമായി മാറി. അതിനുശേഷം ഇന്ത്യയിലെ മറ്റ് നിരവധി സ്കൂളുകൾ അവരുടെ ക്യാമ്പസുകളിൽ ഡ്രോൺ പൈലറ്റ് പരിശീലനം നടത്തുവാൻ അപേക്ഷിച്ചു. DGCA അംഗീകരിച്ച ഡ്രോൺ പൈലറ്റ് കോഴ്സുകൾ 15ഓളം വരുന്ന
പരിശീലന കേന്ദ്രങ്ങളിൽ നടത്തപ്പെടുന്നു. അവയിൽ ചിലത് താഴെ സൂചിപ്പിക്കുന്നു. ബോംബെ ഫ്ലൈയിങ് ക്ലബ് മുംബൈ, ഫ്ലൈടെക് ഏവിയേഷൻ അക്കാദമി സെക്കന്ദരാബാദ്, വിങ്സ് ഏവിയേഷൻ അക്കാദമി ഹൈദരാബാദ്, ഓറിയൻസ് ഫ്ലൈറ്റ് ഏവിയേഷൻ അക്കാദമി ചെന്നൈ, ഗവൺമെൻറ് ഏവിയേഷൻ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഭുവനേശ്വർ, ഇന്ദിരാഗാന്ധി രാഷ്ട്രീയ ഉഡാൻ അക്കാദമി അമേധി തുടങ്ങിയ വളരെ മികച്ച പരിശീലന കേന്ദ്രങ്ങളിൽ നിന്നും പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് ഡ്രോൺ പൈലറ്റ് ആയി വളരെ കാലം സേവനമനുഷ്ഠിക്കുവാൻ സാധിക്കുന്നു.